നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് നമുക്ക് ഇൻട്രാഡേയിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നമുക്ക് മാനേജ് ചെയ്യാം. ജസ്റ്റ് ഇന്നലത്തെ ഒരു മൂവ്മെന്റ് പറയുന്ന കാട്ടി മുൻപ് തന്നെയായിട്ട് നമുക്ക് എപ്പോഴും, നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ നമുക്ക് എപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മാർക്കറ്റിനെ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അനാലിസിസ് എത്രത്തോളം ക്ലിയർ ആകുന്നു അതിനനുസരിച്ചാണ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് കൃത്യമായിട്ട് നമുക്കത് പ്രഡിക്ഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ മുതൽ പറയുന്നതാണ്, മാർക്കറ്റ് ഒരു താഴത്തേക്ക് വന്നപ്പോൾ 19,500 600 റേഞ്ച് നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റ് ഇന്ന് രാവിലെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇന്നത്തെ മാർക്കറ്റിൽ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചിരുന്നു, ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണ്. ട്രെൻഡ് പോസിറ്റീവ് അല്ല, ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണ്. അപ്പോൾ എപ്പോഴും മാർക്കറ്റിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണെങ്കിൽ സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത്. സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിക്ക് ഏറ്റവും നല്ലൊരു റെസിസ്റ്റൻസ് ലെവൽ എവിടെയാണെന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും നല്ലൊരു റെസിസ്റ്റൻസ് ലെവലിൽ 19,500 മുകളിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ നമുക്ക് 500 മുകളിലേക്ക് ആയാലും നമുക്കൊരു ഇൻട്രാഡേയിൽ കൃത്യമായിട്ടൊരു മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് പറയുന്ന എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴത്തേക്ക് വരണം. രാവിലെ ആയാലും മാർക്കറ്റിൻ്റെ ഒരു സെന്റിമെന്റിൽ നോക്കാം, മാർക്കറ്റ് 19,505 റെസിസ്റ്റൻസിൻ്റെ ഒരു മുകളിലാണ് ഓപ്പൺ. ഈ ഒരു ഓപ്പൺ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലും ബൈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ 19,505 താഴത്തേക്ക് വൺസ് ഹോൾഡ് ചെയ്താൽ ഇൻട്രാഡേയിൽ നമ്മൾ പറയുന്ന ആ ഒരു ടൈം ഫ്രെയിം 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇതിന്റെ താഴത്തേക്ക് ഒരു ഹോൾഡ് ചെയ്താൽ നമുക്കൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അടുത്തൊരു സപ്പോർട്ട് വരെ നിഫ്റ്റിക്കായാലും മൂവ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ആയാലും എക്സാക്റ്റ് ആയിട്ട് 19,420 465 ഈ സപ്പോർട്ടുകളൊക്കെ എക്സാക്റ്റ് ആയിട്ട് ബൗൺസ് ചെയ്തിരുന്നു. 465 ഈ പറയുന്ന ഒരു സപ്പോർട്ടിന്റെ പവർ നോക്കുക, 465 ഒന്ന് ബൗൺസ് ചെയ്യാൻ നോക്കി. പക്ഷെ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ വീഡിയോസിലൊക്കെ നമ്മളിത് കാണിച്ചിരുന്നത് എങ്ങനെയാണ് ബൈര ഓപ്പർച്യൂണിറ്റി എടുക്കണമെങ്കിൽ ഇതിന്റെ ഒരു മുകളിലേക്കെങ്കിലും നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താലാണ് ബൈ സെന്റിമെന്റിൽ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു സെൽ ട്രെൻഡ് തന്നെയാണ്. പക്ഷെ നമ്മളൊരു എക്സ്പയറി ഒരു പോസിറ്റീവ് നിലനിൽക്കും എന്നാണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത് 400 മുകളിൽ. അതൊരു വളരെ ഒരു ലോവർ ലെവലാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായാലും മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തപ്പോൾ മാർക്കറ്റ് ഇത്രയും ഒരു ഹൈ കിട്ടിയ ഒരു സമയത്തായാലും പൊസിഷൻസ് 19,400 സെൽ പൊസിഷൻസ് ആയിരുന്നു. പക്ഷെ ഇത്രയും ഒരു ഹൈ കിട്ടുന്നൊരു സമയത്തായാലും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഇത്രയും വലിയൊരു പ്രോഫിറ്റ് വരുന്നൊരു സമയത്തായാലും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇവിടെ നിന്ന് അവർ നടത്തും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലെവൽ വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. കാരണം ഇത്രയും ഒരു ഹയർ ലെവലിൽ നിന്നാണ് മാർക്കറ്റ് താഴത്ത് വരുന്നത്. എന്നിരുന്നാലും നിഫ്റ്റിയിലെ ഒരു ക്ലോസിങ് 19,400 നിയർ നിലനിർത്തി. കാരണം വലിയൊരു ലോസും വരാത്ത രീതിയിൽ അതേ ആ ഒരു റേഞ്ചിൽ തന്നെ ഒരു ക്ലോസിങ് നിലനിർത്തിക്കൊണ്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിനെയിൽ നമുക്കൊരു കറക്റ്റായിട്ട് നമുക്കൊരു അനലൈസ് ചെയ്യണമെങ്കിൽ മാർക്കറ്റിനെ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റണം. ട്രെൻഡ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാലാണ് റെസിസ്റ്റൻസ് ലെവൽ ഏതൊക്കെ റെസിസ്റ്റൻസിൽ നിന്ന് സെൽ ചെയ്താലാണ് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ആക്യുറസി കിട്ടുള്ളൂ. നമ്മൾ ലോവർ ലെവൽ സപ്പോർട്ട് 19,300 200 ആ റേഞ്ചിൽ നമ്മൾ പറഞ്ഞത് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാൻ. അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ടായിരിക്കുമല്ലോ. ജസ്റ്റ് ഒരു മിനിറ്റോ 2 മിനിറ്റിലോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡിന്റെ ഇടയിലോ കാര്യം പറഞ്ഞു പോകും. പക്ഷെ നിങ്ങളായാലും ഈ ഒരു ലെവലിൽ 500 600 റേഞ്ച് സെല്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന കാര്യം അത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എപ്പോഴും മാർക്കറ്റിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നവർക്കാണ് കൃത്യമായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫാള് വരുമ്പോൾ ആ ഒരു ഫാളിന് അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് നൽകില്ല. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റിൽ മുകളിൽ ഹയർ ലെവലിൽ മുകളിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് വന്ന് ഒരു ഫാൾ വരുമ്പോൾ ആ ഒരു ഫാളിന് വലിയൊരു ഇമ്പോർട്ടൻറ്റ് നൽകില്ല. പക്ഷെ ട്രെൻഡ് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് മനസ്സിലാക്കിയാൽ 19,500 600 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഏരിയ എന്ന് മനസ്സിലാക്കിയാൽ നമുക്കൊരു വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനും എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാനും പറ്റും. മാത്രമല്ല നിഫ്റ്റിയുടെ കേസ് മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ഒന്ന് ഓപ്പണിംഗ് നോക്കുക, എപ്പോഴും ആ റൈറ്റ്
റെസിസ്റ്റൻസിന്റെ മുകളിൽ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ മാർക്കറ്റിന് ബൈക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയാലും അതൊരു ഒന്നും മാറിപ്പോകാൻ പാടില്ല. അത് കൃത്യത വേണം. നമുക്ക് എപ്പോഴും ക്വിക്കായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുമ്പോൾ, ക്വിക്കായിട്ടുള്ള ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ആണ് നമുക്ക് വന്നത്. പക്ഷെ അതിനുശേഷം 44,600 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ഇവിടെ ഹോൾഡ് ചെയ്തോടുകൂടി ഇവിടെയാണ് ആ ഒരു 44,600 താഴത്തേക്ക് ഹോൾഡ് ചെയ്ത് അതിന് ശേഷം ശ്രദ്ധിക്കുക, ഇതിന്റെ മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ബൗൺസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഏറ്റവും ചെറിയൊരു റിസ്കിൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കത് കിട്ടി. അതിനുശേഷം ആയാലും 44,450 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ലെവലിലേക്ക് എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റ് എത്തി. ആ റേഞ്ചിലാണ് മാർക്കറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് അതിൻ്റെ ഒരു മുകളിൽ ക്ലോസ് ചെയ്ത് നിലനിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആയാലും 44,200 മുകളിലാണ് എക്സ്പയറി എന്ന് സൂചിപ്പിച്ചിരുന്നത്. പക്ഷെ വലിയൊരു ഹയർ ലെവലാണ് ആ ഒരു ഓപ്പണിംഗ് വരുന്നത്. ആ വലിയൊരു ഹയർ ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതുകൊണ്ട് തന്നെ ലോവർ ലെവലിലേക്ക് ആ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് എത്തിയാലും അതൊരു എക്സാക്റ്റ് ആയിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ എപ്പോഴും മാർക്കറ്റിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് റൈറ്റ് രീതിയിൽ ഫോളോ ചെയ്താലാണ് മാർക്കറ്റിൽ നിന്ന് ആ ഒരു പ്രോഫിറ്റ് നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ പല സ്റ്റോക്കുകളും പല സെക്ടറുകളും നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. നെഗറ്റീവായിട്ടുള്ള സെക്ടറുകളൊക്കെ നമ്മളത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ക്വിറ്റ് ചെയ്ത് മാറാനായിട്ട് നമ്മളൊരു അവസരം നമ്മൾ നൽകിയിട്ടുണ്ട്. പറയുന്ന ഒരു കാര്യങ്ങൾക്കായാലും അത്യാവശ്യം ഒരു ആക്യുറസി ഉണ്ടായിരിക്കും. ഇൻ കേസ് ഏതെങ്കിലും ഒരു സമയങ്ങളിൽ ഫെയിലിയർ ആയാലും നമ്മൾ അതിലും ഹൈ ആക്യുറസിയിൽ നെക്സ്റ്റ് പ്രഡിക്ഷനിൽ നമ്മളത് തിരിച്ചു വരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഫോളോ ചെയ്യുന്നവർ കൃത്യമായിട്ട് ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക, എപ്പോഴും മനസ്സിലാക്കുക എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായാലും മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നിഫ്റ്റിയിലും ക്ലോസ് ചെയ്തിരിക്കുന്നത് 19,386 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏതാണ് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ്? ഇപ്പോൾ നിഫ്റ്റിയിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത് 19,435, 405. ഞാൻ ഈ ഒരു റേഞ്ചാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 19,405 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ 435 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ ഇതൊരു പ്യൂർ ആയിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് രീതിയാണ്. ഇപ്പോൾ പ്രൈസ് ആക്ഷൻ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടതും എങ്ങനെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുക്കേണ്ടതും അനലൈസ് ചെയ്യേണ്ടതും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ സീരീസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. എല്ലാ മാർക്കറ്റ് സിറ്റുവേഷനും നിങ്ങൾക്ക് ഒരു മാനേജ് ചെയ്യാവുന്ന ഒരു സ്കില്ല് കിട്ടാവുന്ന, നിങ്ങൾക്ക് അതിൽ തന്നെ ഒരുപാട് മാർക്കറ്റ് സിറ്റുവേഷൻസ് നമ്മളൊരു എക്സാമ്പിളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്തരം മാർക്കറ്റ് സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ടൊരു ട്രെൻഡും റൈറ്റ് മാർക്കിൻ്റെ ഒരു മൊമെൻ്റൊക്കെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളൊരു എക്സ്പീരിയൻസ് ആകും തോറും നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് ഇമ്പ്രൂവ് ആയിട്ട് വരികയുള്ളൂ. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹയർ ലെവലിലേക്ക് ഞാൻ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് 19,450 റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. 435 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ 450 എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. വീണ്ടും 450 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. 450 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 505 റെസിസ്റ്റൻസ്. അപ്പോൾ നിഫ്റ്റിക്കായാലും 19,525 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ഇനി അതായത് ഹോൾഡിംഗ് ബേസിസിൽ സസ്റ്റെയിൻ ചെയ്യാതെ ബൈക്ക് ഒരു സാധ്യത കാണുന്നില്ല. നമുക്ക് വരും ദിവസങ്ങളിലായാലും ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ലോവർ ലെവലായാലും നമ്മൾ മുൻ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ലോവർ ലെവൽ സപ്പോർട്ടുകൾ ഉണ്ട്. ചിലപ്പോൾ ഒരു ബൗൺസ് ചെയ്തേക്കാം, സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 19,375 ഇന്നത്തെ ലോവർ അടുത്ത് തന്നെയാണ് സപ്പോർട്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ക്വിക്കായിട്ടുള്ള സപ്പോർട്ടുകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെ ക്വിക്കായിട്ടുള്ള വലിയൊരു ഫാള് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. 320 സപ്പോർട്ടാണ്. ഇൻ കേസ് 320 താഴത്തേക്ക് പോയാലും നിങ്ങൾ മാനേജ് ചെയ്യേണ്ടത് 320 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത പൈസൻ്റെയിലാണ്. 320 താഴെ 266 സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ലെവലിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലാറ്റ് ഓപ്പണിങ് ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ 405 എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, 435 എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇത്ര ലെവൽ ഫോളോ ചെയ്ത എക്സൈറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും. മാർക്കറ്റിലെ വലിയൊരു മൊമെന്റും വലിയൊരു മൂവ്മെന്റുകൾ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും.
ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഒരു വർക്കിംഗ് നോക്കുക. എക്സാക്റ്റ് ആയിട്ട് ഇപ്പോൾ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു പവർ വെക്കുക. ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ ഇൻ കേസ് വർക്ക് ചെയ്തില്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു റിസ്കിൽ, ഏറ്റവും ചെറിയൊരു സ്റ്റോപ്പ് ലൂസിൽ എക്സിറ്റ് ചെയ്ത് മാറുക. വരാൻ പോകുന്ന ഒരു ദിവസത്തെ ഓപ്പർച്യൂണിറ്റികൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പം അതിനനുസരിച്ച് തന്നെ ഫണ്ടും മാനേജ് ചെയ്യുക. വലിയൊരു മൂവ്മെന്റുകളും ഏറ്റവും ചെറിയൊരു സ്റ്റോപ്പ് ലൂസിൽ വലിയൊരു മൂവ്മെന്റുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും ഹയർ ലെവലിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു സപ്പോർട്ടായിട്ട് 44,400 ഞാൻ ഇവിടെ എടുക്കുന്നത്. ഈ ലോറെ തൊട്ട് താഴെയാണ്. അപ്പോൾ ലോറെ തൊട്ട് താഴെ വന്നു എന്ന് കരുതി നാളെ ഷോർട്ട്സ് എല്ലാം അഗ്രസീവായിട്ട് ചെയ്യരുത്. 44,400 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ആദ്യത്തെ ഒരു 5 മിനിറ്റിന് ശേഷം ബൈര ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഹയർ ലെവലിലേക്ക് ക്വിക്ക് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണുകളുണ്ട്. 44,220 ലോവർ ലെവലിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു 50 പോയിന്റും കൂടി ബിലോ 44,365 365 സപ്പോർട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 365 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ 365 ഹോൾഡ് ചെയ്ത് 44,400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ ബൈക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കും. 44,400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ വീക്ക്നെസ് ആണ്, ഷോർട്ട് സെല്ലിനാണ് സാധ്യത വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 44,365 ബ്രേക്ക് ചെയ്ത ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ 44,220 അടുത്തേക്ക് എത്തും. അതിനുശേഷം 44,150 സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 44,530 മുകളിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. 530 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 530 ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നാൽ ഇവിടെ ഒരു സപ്പോർട്ട് റേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ 530 മുകളിൽ ഓപ്പൺ ചെയ്താൽ 580 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവലിലേക്ക് ആയാലും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് വരുന്നത് 44,580 വിട്ട് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് 44,680 ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസത്തെ വീഡിയോസിൽ വീണ്ടും വരും. എല്ലാവരെയും വലിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.